konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 5 ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആനിമിയിലെ സീസൺ 1 ഫുള്ളി കണ്ടിട്ട് നമ്മൾ സീസൺ 2ൻ്റെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ കുറച്ചധികം ദിവസങ്ങളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും നല്ല മടിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഫുള്ളി എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്തായാലും നേരെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് കുറച്ച് മുമ്പുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1-2 മിനിറ്റിന് മുമ്പുള്ള ഒരു കാര്യം. ലൂക്കാസ് ആട്ടെ മറിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. അവൻ നോക്കാൻ നേരത്ത് ഫ്രണ്ടിലാട്ടെ ആ ഒരു എക്സിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പുറകിലാട്ടെ ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ജീവന് വേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാസ് ആട്ടെ പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ലൂക്കാസ്, എങ്ങനെ പോയാലും ഞാൻ ജീവനോടെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. അതെൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ലിനിയേജ് പാസ്സാക്കാനുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആർത്തറിനെ അവൻ അറ്റാക്ക് ചെയ്യുന്നത്. ആർത്തറായിട്ട് ആ ഒരു അറ്റാക്ക് ഡയറക്റ്റ് കൊണ്ട് തന്നെ അവൻ തെറിച്ച് ബാക്കിലേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് ജാസ്മിന് ആർത്തറിന്റെ നേരെ ഓടാൻ നേരത്ത് നമ്മുടെ ലൂക്കസ് ആയിട്ട് ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കറക്റ്റ് നമ്മുടെ ജാസ്മിന്റെ മേത്ത് വന്ന് വീഴുകയും ജാസ്മിന് നന്നായിട്ട് തന്നെ ആ ഒരു അറ്റാക്ക് കൊണ്ട് അവൾ നേരെ തെറിച്ച് താഴത്തേക്ക് വീഴുകയും ചെയ്യും. ലൂക്കസ് പറയുന്നുണ്ട്, മര്യാദക്ക് നിന്നോ, നീയൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും ചെയ്തു പോയില്ലേ. ലൂക്കാസ്, നീ ഇത് എന്ത് കാണിക്കുവാണ്? മിണ്ടി പോകരുത്. നീ എന്തോ വിചാരിച്ചത് ഞാൻ നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നോ? നിന്നെയൊക്കെ പോലുള്ള കോമണിസ്റ്റിനെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നോ? അത് കാണും കുറെ. ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പോകുവാണ്. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും, എന്നെ രക്ഷിച്ച എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ട് ലൂക്കാസ് ആട്ടെ മുകളിലേക്ക് അറ്റാക്ക് ചെയ്ത് ആ കേവ് ആട്ടെ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു മോൺസ്റ്റർ ആട്ടെ നമ്മുടെ എജിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എജിനാട്ടെ താഴെ വീണ് കിടപ്പുണ്ട്. അവന് നന്നായിട്ട് ഡാമേജ് കിട്ടുന്നുണ്ട്. അവൻ നോക്കാൻ നേരത്ത് കാണുന്നത് പ്യൂറുള്ള ഹെൽത്ത് തന്നെയാണ്. ആ ഒരു മോൺസ്റ്റർ പെട്ടെന്ന് എജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരാൻ നേരത്ത് പെട്ടെന്ന് ബ്രാൾഡ് അവിടേക്ക് വന്നിട്ട് ആ ഒരു അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ എന്താടാ ഈ നരുന്ന് പിള്ളേരുടെ അടുത്തേക്ക് മാത്രമേ പോകത്തുള്ളൂ, വാ എൻ്റെ നേരെ വാന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മോൺസ്റ്ററിനെ വിളിച്ചുകൊണ്ട് അതിൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. തനിക്ക് ഉള്ള ആരോഗ്യമൊക്കെ വെച്ചുകൊണ്ട് അവൻ പതുക്കെ എഴിഞ്ഞ് നമ്മുടെ ജാസ്മിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ ടൈമിലോട്ടെ നമ്മുടെ ബ്രാൾഡ് വലിയൊരു അറ്റാക്ക് തന്നെ ആ ഒരു മോൺസ്റ്ററിൻ്റെ നേരെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റാക്ക് കാരണം തന്നെ ആ മോൺസ്റ്റർ 2ആയിട്ട് കീറി പോയിട്ടുണ്ട്. പക്ഷെ അധികം വൈകാതെ തന്നെ അത് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ബ്രാൾഡിനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കും. എന്നാൽ ഈ നോട്ടം കാരണം തന്നെ ബ്രാൾഡിന്റെ ഫുൾ കോൺഫിഡൻസ് അവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയത്ത് ആർത്തർ ചോരയൊക്കെ കുളിച്ചുകൊണ്ട് അവൻ പതുക്കെ അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്. അവന്റെ കണ്ണിലാട്ടെ നമ്മുടെ എജിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവനായിട്ട് പതുക്കെ ഉള്ള ആരോഗ്യം എടുത്തുകൊണ്ട് നമ്മുടെ ആർത്തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബ്രാൾഡും കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവന് ഒരു കാര്യം മനസ്സിലായി, ഇനി ചുമ്മാ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ അവസാനം ഇതിൻ്റെ റീകോയിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആർത്തറാട്ടെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ്റെ ശരീര പല ഭാഗങ്ങളും ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അവൻ്റെ കണ്ണ് പർപ്പിളായി തിളങ്ങാൻ തുടങ്ങും. അത് ഡ്രാഗൺ അവേക്കനിങ്ങിൻ്റെ ഫേസ് 2 ആയിരുന്നു. ആർത്തറിൻ്റെ മുടിയുടെ കളറും പതുക്കെ മാറാൻ തുടങ്ങി. ഈ സമയത്ത് ആർത്തർ മറ്റൊരു ഓറായിട്ട് അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ സിൽവിക്കും മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിൽവിനെയാണ്. സിൽവിയായിട്ട് ഒരു പ്രോപ്പർ ഡ്രാഗനായിട്ട് തന്നെ മാറ്റിട്ടുണ്ട്. നമ്മുടെ ആർത്തറിന് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായ സിൽവിയായിട്ട് പെട്ടെന്ന് അവിടുന്ന് പറന്ന് ഉയർന്നിട്ടുണ്ട്. എന്നിട്ട് ആർത്തറിൻ്റെ നേരെ വരികയും ചെയ്യും. സിൽവി, ഞാൻ ഓക്കെയാണ്, നീ ഇപ്പോൾ ഇവിടേക്ക് വരണ്ട. പക്ഷേ ഞാൻ പറയുന്നേക്ക്, നീ എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് വരണ്ട. എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇല്ല, ഞാൻ ഉറപ്പായിട്ടും പപ്പനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. സിൽവി, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്ക്. അങ്ങനെ അവസാനം അവളത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ കേൾക്കാവുന്ന അത് കഴിയാൻ നേരത്ത് നമ്മുടെ ആർത്തറാട്ടെ പതുക്കെ ആ ഒരു മോൺസ്റ്ററിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. ആർത്തറാട്ടെ ഫുൾ ഔട്ടായിട്ട് ബാറ്റിൽ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ കയ്യിലേക്ക് ഐസ് സമൺ ചെയ്തിട്ട് ആ ഒരു മോൺസ്റ്ററിൻ്റെ നേരെ എടുത്ത് ചാടിയിട്ടുണ്ട്. ആർത്തൻ്റെ അറ്റാക്സ് ഇത്തവണ ആ മോൺസ്റ്ററിൻ്റെ മേത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവന് അധിക നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. കാര്യം അത്രത്തോളം മാന അവൻ്റെ ബോഡിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ആർത്തർ അവിടെ കൊണ്ടൊന്നും നിന്നില്ല. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മോൺസ്റ്ററിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ആർത്തർ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു സെക്കൻഡ് പോലും അവൻ വേസ്റ്റ് ചെയ്തില്ല. ഈ സമയത്ത് ആർത്തർ അവൻ്റെ ചുറ്റിനുള്ള എല്ലാ വൈൻസും ഐസാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷേ അത് ആർത്തറിൻ്റെ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ്
കംപ്ലീറ്റ്ലി അവനവിടെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് തൻ്റെ ഫയറും തൻ്റെ ഐസും പിന്നെ തൻ്റെ ലൈറ്റ്നിങ്ങും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബ്ലാക്ക് ലൈറ്റ്നിങ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പവർ അത്രത്തോളം ഭയാനകമായിരുന്നു. ആ ഒരു പവർ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും പൊടിഞ്ഞു വീഴാൻ തുടങ്ങും. എന്നിട്ട് ആർത്തർ നേരെ അവിടുന്ന് ചാടി ആ ഒരു മോൺസ്റ്ററിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആർത്തറിന് അതിൻ്റെ അവസാനം മര്യാദക്ക് നേരെ ഒന്ന് നിൽക്കാൻ പോലുള്ള ആവതില്ലായിരുന്നു. അവൻ നേരെ അവിടേക്ക് വീഴുവാണ്. ഇതേ സമയത്ത് നമ്മുടെ സിറ്റിയാണ് കാണിക്കുന്നത്. ആർത്തറിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവരാട്ടെ തൻ്റെ മകളെയൊക്കെ ഉറക്കിയിട്ട് നിന്നവളാണ് പെട്ടെന്ന് ആലീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം തിളങ്ങാൻ തുടങ്ങിയത്. അവർക്കൊരു കാര്യം മനസ്സിലായി, ആർത്തറിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. പിന്നെ ആർത്തർ കണ്ണ് തുറക്കാൻ നേരത്ത് അവൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. അവനാട്ടെ ചോരയൊക്കെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് എജിയാണെന്ന് മനസ്സിലായത്. അവനവൻ്റെ ഉള്ള ജീവൻ കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഗ്ലൗസിലുള്ള ആ ഒരു കല്ല് പൊട്ടിക്കാൻ നോക്ക്. എജിയാട്ടെ പതുക്കെ ഒന്ന് ആ കല്ല് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് പവേഴ്സാട്ടെ ആർ തന്നെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യും. ആർ തന്നെ അതൊന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം വേദന അവൻ്റെ മനസ്സിലുണ്ടായിട്ടും ആർ തന്നെ മനസ്സിലേക്ക് വന്ന ആദ്യ കാര്യം അത് ലൂക്കസ് ആയിരുന്നു. ലൂക്കസ്, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവൻ പതുക്കെ പൊങ്ങിയപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജാസ്മിൻ്റെ കാര്യം അവൻ ഓർത്തത്. ജാസ്മിൻ അവളെന്തേ? പേടിക്കണ്ട, അവളിപ്പോഴും സേഫാണ്. ഈ സമയത്ത് ജാസ്മിന് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, മറ്റൊരു സ്റ്റോൺ അത് ജാസ്മിൻ്റെ മേത്ത് വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആ സ്റ്റോൺ ആട്ടെ നമ്മുടെ എജി പോയി ജാസ്മിൻ്റെ മേത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ഏകദേശം കുഴപ്പമൊന്നുമില്ലാതെ അവൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. ഈ ടൈമിലായിട്ട് ആർത്തർ തൻ്റെ ഫുൾ ജീവൻ കളഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഈ ഒരു അവസ്ഥ കുറച്ചധികം നാളായി ഞാൻ അനുഭവിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിൽവിനെയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, പപ്പ ഇപ്പോൾ ഓക്കെ അല്ലേ? അതെ സിൽവി, ഞങ്ങളിപ്പോൾ ഓക്കെയാണ്. ഇപ്പോഴെന്തായാലും ഡേഞ്ചറിലൊന്നുമില്ല. അതുകൊണ്ട് നീ വെറുതെ എവിടേക്ക് വരികയൊന്നും വേണ്ട. അല്ല, നീ ഇപ്പോൾ എന്ത് ചെയ്യുവാണ്? ഞാൻ പുറത്തുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം ചെയ്യ്, നീ ട്രെയിനിങ് വീണ്ടും തുടങ്ങിക്കോ. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ സേഫാണ്. പിന്നെ കാണിക്കുന്നത് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ്. അതായത് ആ ആർത്തർ ക്രിയേറ്റ് ചെയ്ത ഐസിൻ്റെ ചുറ്റിനും എന്തൊരു സാധനമുണ്ട്, അതിൻ്റെ അകത്താണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവൻ പറയുന്നുണ്ട്, സോ ഫൈനലി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടല്ലേ. ഈ സമയത്ത് എജി പറയുന്നുണ്ട്, ആ മാസ്കിൻ്റെ പുറകിൽ എൻ്റെ പ്രായമുള്ള ഒരു പയ്യനാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഈ സമയത്താണ് ആർത്തർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവനായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ പറയും ചെയ്യും, പേടിക്കൊന്നും വേണ്ട, ഞാൻ കുറേ തപ്പി, പക്ഷേ എനിക്ക് നിൻ്റെ മാസ്ക് മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല. അല്ല, അപ്പോൾ എൻ്റെ സോഡിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് കിട്ടിയോ? അത് കിട്ടി, അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ബാഗും കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ സേഫായിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കിടന്നിട്ട് പറയും ചെയ്യും, എന്തായാലും താങ്ക്സ്, നീ കാരണമാണ് ജാസ്മിനും ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. കണ്ണുടച്ച് ഞാൻ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ആ നായ ലൂക്കസുമായിട്ട് എനിക്ക് എന്നാ വ്യത്യാസം ഇരിക്കുന്നത്. ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, അല്ല സത്യം പറഞ്ഞാൽ എത്ര നേരമായി എൻ്റെ ബോധം പോയിട്ട് അത് കൃത്യമായി എനിക്ക് പറഞ്ഞിടാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഒരു ദിവസത്തേക്ക് കൂടുതലായി. ഈ ടൈമിലായിട്ട് ആർത്തർ പതുക്കെ എഴുന്നേറ്റ് അവിടെ ചാരി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കൈ എജിൻ്റെ നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് ആർത്തർ ലിവിൻ, എന്തായാലും നിനക്കെന്നെ ആർട്ട് എന്ന് വിളിക്കാം. അല്ല, ഇത് നാച്ചുറലി ഉക്കർ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. ഇത് നീയാണ് ക്രിയേറ്റ് ചെയ്തത്. അതെ, നമ്മളെല്ലാം കൊളാപ്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തത് മാത്രമാണ്. ഓ, നീ ക്രിയേറ്റ് ചെയ്തതാണല്ലേ, പക്ഷേ കൊഞ്ചർ ചെയ്തതല്ലേ? അല്ല, നിനക്ക് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ മെറ്റലൊക്കെ? അല്ല, ഡ്രാഫ്റ്റ്സിന് കുറച്ചധികം സീക്രട്ട് ഉണ്ടല്ലേ? സീക്രട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല, ആദ്യം നീ അത് പറ, നീ എങ്ങനെയാണ് അത് ചെയ്തത്? നീ ഫുള്ളി മറ്റൊരാളായി തന്നെ മാറിയിരുന്നല്ലോ. നിന്റെ മുടി വേറെ കളറായി, നിന്റെ കയ്യിലൊക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു എന്തോ, പിന്നെ നിന്റെ കണ്ണ് ചെറുതായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു, അതും പർപ്പിൾ കളറിൽ. അതെന്തുവാണ്? അതൊക്കെ ഞാൻ പറയാം, നീ അവിടെ ആദ്യം ഇരിക്കാൻ നോക്ക്. ഈ സമയത്ത് എജി അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ എന്തായാലും ഒരു ഡാർഫല്ല, പക്ഷേ ഞാൻ ഡാർഫ് കിൻഡത്തിൽ നിന്നാണ് വന്നത്. അവിടെയുള്ള എൽഡർ റാഡിയസ് എന്നെ എടുത്ത് വളർത്തിയിരുന്നു. എൻ്റെ പാരൻസിനെ കാണാത്തതിന് ശേഷം എൻ്റെ പാരൻസ് എന്നെ ഉപേക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ കുട്ടിക്കാലത്ത് അധികം നല്ല മെമ്മറീസ് ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാനെന്തായാലും ഡാർക്ക് ഓറഞ്ച് സ്റ്റേജ് എത്തുന്നവരെ വളരെ നോർമലായുള്ള ലൈഫായിരുന്നു നയിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ കണ്ണു തുറക്കാൻ നടത്ത് എൻ്റെ ചുറ്റിനും ഡാർക്കായുള്ള മെറ്റൽ സ്പൈസസ് ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ റാഡിസിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, ഞാൻ പുറത്ത് പോകണമെന്ന്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിനെല്ലാത്തിനും കാരണം എൻ്റെ ഈ പവറാണ്. ആ പവർ കാരണമാണ് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നത്. അല്ല, ഇനി പറഞ്ഞു വരാൻ നിർത്ത്, നിൻ്റെ സ്റ്റോറി എന്നാണ്? എൻ്റെ സ്റ്റോറി, ഞാനൊരു കോഡ്ര എലമെൻ്റൽ അജുമിനേറ്ററാണ്. എനിക്ക് 2 ഡീവിയൻസും ഉണ്ട്, ഐസും ലൈറ്റ്നിങ്ങും. ഇത് കേൾക്കാൻ നിർത്ത്, അവൻ നേരെ ഞെട്ടിത്തരിച്ച് അവൻ്റെ തല ഇടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ആലോചിച്ചത് ഞാനാണ് ഏറ്റവും ഫ്രീക്ക് എന്നാണ്, പക്ഷേ ഈ കാര്യത്തിൽ നീ ജയിച്ച്. അല്ല, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ വന്നത്? അതുമല്ല, നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കളറും മാർക്കൊക്കെ എന്താണ്? അത് പിന്നെ ഞാനൊരു ബീസ് ടേമർ കൂടിയാണ്. അതിൻ്റെ ബീസ് റിലീസായിരുന്നു. എന്ത്, നിനക്കിപ്പോൾ എത്ര വയസ്സായി? കൃത്യമായി പറഞ്ഞാൽ 11 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞു.
ഓ അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെക്കാട്ട് മൂത്താണ്, എനിക്ക് 12 തികഞ്ഞു. എന്നിട്ട് അവർ ഓരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഈ ചിരി കേട്ടാണ് നമ്മുടെ ജാസ്മിൻ ഞെട്ടി എഴുന്നേക്കുന്നത്. എന്നിട്ട് ആർ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് ക്ഷമ പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിന്നെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടന്ന് പൊട്ടിക്കരയുവാണ്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ എന്നെ രക്ഷിക്കാൻ നോക്കില്ലേ, അത് തന്നെ വലിയ കാര്യം. ഞാൻ കാരണമല്ലേ ഇപ്പം ഇതെല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തറായിട്ട് അവളെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഏജന്റൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്, ഏജി ഞങ്ങളുടെ ബാഗ് നിൻ്റെ കയ്യിലുണ്ടോ? ആ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അതിൻ്റെ അകത്ത് എമർജൻസി കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്ത് ആർത്തറിനെ ഏകദേശം അവളായിട്ട് പാച്ചപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർത്തർ ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ എജിയായിട്ട് പതുക്കെ അത് തുറന്നിട്ടുണ്ട്. അതിന് ചുറ്റിനും ഫുൾ ഐസായിരുന്നു. നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല മറ്റാരെങ്കിലും സർവേ ചെയ്തോ? റെജിനാൾഡും ബ്രാൾഡും ഫുള്ളി കൺസ്യൂം ചെയ്തിരുന്നു. എന്തായാലും അവർ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് അത് റിയലി ഡൗട്ടാണ്. അപ്പോൾ സമന്ത നമ്മളെന്തായാലും വീഴുന്നതിന് മുമ്പ് തന്നെ അവൾ ഞാൻ സേഫായിട്ട് ഒരു മെറ്റൽ ഷെൽട്ടറിൻ്റെ താഴത്തേക്ക് ആക്കിയിരുന്നു. പക്ഷേ അവൾക്ക് ജീവനുണ്ടായിരുന്നു, എന്നാൽ അത്ര നല്ല അവസ്ഥയിലല്ലായിരുന്നു. സോ ഇപ്പോൾ ജീവനോടെ ഉണ്ടാന്ന് എനിക്ക് വലിയ പിടുത്തില്ല. എന്തായാലും നോക്കിക്കളയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനായിട്ട് ഒരു പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പവറിൻ്റെ അകത്ത് വെച്ച് സമന്തനെ അവൻ ട്രേസിങ് ചെയ്തു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് അവർ ഓടുവാണ്. ദൂരത്ത് നമ്മുടെ സമന്ത നിൽക്കുന്ന ആ ഒരു സ്ഥലം കാണുകയും ചെയ്യും. അവിടേക്ക് പെട്ടെന്ന് എജിനും വന്ന് അത് തുറക്കുന്നുണ്ട്. നമ്മുടെ സമന്തയായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൾക്കാട്ടെ ജീവനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എജിയും പോയി പിടിക്കാൻ പോയപ്പോഴാണ് ആർത്തർ പറഞ്ഞത്, വെയിറ്റ് ചെയ്യ്, അവളുടെ കാല് കണ്ടില്ലേ, അതാണ് ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അവളെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ അപകടമായി മാറും. എന്നാൽ നമ്മുടെ ജാസ്മിനായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവൾ എടുത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അപ്പം എങ്ങനെ പോകാലെന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്ന വഴിയാണ് പെട്ടെന്ന് ആ സ്ഥലം കിടന്ന് കുലുങ്ങാൻ തുടങ്ങിയത്. ഏജിനായിട്ട് വീണ്ടും അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് വന്നു. പക്ഷേ ആ സമയത്ത് ആർത്തർ പറയുകയും ചെയ്യും, നീ പേടിക്കൊന്നും വേണ്ട, അത് നമ്മുടെ ആളാന്ന് പറയാൻ നേരത്താണ് പെട്ടെന്ന് വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുന്നത്. ആ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞ് നമ്മുടെ ഏജന്റ് കണ്ണും തുറക്കാൻ നേരത്ത് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവിടെ ഉണ്ടായിരുന്നത് ലിറ്റിൽ ഒരു ഡ്രാഗൺ തന്നെയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പ ഞാനിവിടെ എത്തി. നീ എത്തിയ, പക്ഷേ നിനക്ക് ചെറിയ മാറ്റമുണ്ടല്ലോ, നിനക്ക് കുറച്ച് വെയിറ്റും വെച്ച് കുറച്ച് വലിപ്പം വെച്ച് കുറച്ച് ഹൈറ്റും വെച്ചല്ലോ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ സിൽവിയായിട്ട് ആർ തന്നെ എടുത്ത് നക്കുന്നുണ്ട്. ഈ സമയത്ത് എജിനി ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവൻ ഫുള്ളി അവിടെ സ്റ്റക്കായിപ്പോയി. അവൻ പറയുന്നുണ്ട്, അതിന് 4 കാലുണ്ട്, ചിറക്, അതൊരു ഡ്രാഗൻ അല്ലേന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതെ അവളൊരു ഡ്രാഗനാണ്. നീയൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവളുടെ പേരാണ് സിൽവി ആൻഡ് ഇവളാണ് എൻ്റെ ബോണ്ട്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? ഡ്രാഗനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയതല്ലേ? അത് ശരിയാണ്, പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നീ ഇതാരോടും പറയില്ലേ, ഇതൊരു സീക്രട്ടായിട്ട് വെക്കണം. ജാസ്മിന് ഓൾറെഡി അവളെ അറിയാം. ഈ സമയത്ത് സിൽവി വന്ന് ജാസ്മിനെ നക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ എജിൻ്റെ കാര്യം അത്ര നിസ്സാരമല്ലായിരുന്നു. അവനായിട്ട് കംപ്ലീറ്റ് ലോസ് ആയിട്ടുണ്ട്. 11 വയസ്സ്, ക്വാർട്ടർ എലവൻറ്റ്, 2 ഡിവിയൻറ്റ്, അതുമല്ല ഒരു ഡ്രാഗൻ്റെ ബോണ്ടോ. ഈ ടൈമിലായിട്ട് സമന്തനെ അവൾ സേഫ്ലി തന്നെ നമ്മുടെ സിൽവിയുടെ മുഖത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എജിനെ വിളിക്കുകയും ചെയ്യും. എജിൻ അപ്പോൾ എങ്ങനെ നമുക്ക് പോകാമല്ലേ? അങ്ങനെ അവരെല്ലാവരും കൂടെ നമ്മുടെ സിൽവിയുടെ അടുത്ത് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. സോ ഗൈസ്, ഞാൻ പഴയ ട്രാക്കിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് കട്ടൊക്കെ കൂടെ വേണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് സാധ്യമാകത്തുള്ളൂ. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.